Hi guys, welcome to our channel, Bilal English Fluency. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് എന്നത് ഇംഗ്ലീഷിൽ ഫലപ്രദമായി ആശയവിനിമയം നടത്താനുള്ള ഒരാളുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു. അത് സാധാരണ സംഭാഷണങ്ങൾ, പ്രൊഫഷണൽ ഇടപെടലുകൾ അല്ലെങ്കിൽ പൊതുസംസാരം എന്നിവയിലായാലും. ഈ കഴിവുകൾ നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നു. 1. ഉച്ചാരണം. വാക്കുകൾ ശരിയായി ഉച്ചരിക്കുന്നതിലെ വ്യക്തത നിങ്ങളുടെ സന്ദേശം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. 2. വ്യാകരണം. ശരിയായ വാക്യഘടനയും ടെൻസുകളും ഉപയോഗിക്കുന്നത് ആശയവിനിമയം മെച്ചപ്പെടുത്തുകയും തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുകയും ചെയ്യുന്നു. 3. പദാവലി. വാക്കുകളുടെ സമ്പന്നവും ഉചിതവുമായ തിരഞ്ഞെടുപ്പ് ആശയങ്ങളുടെ കൃത്യമായ ആവിഷ്കാരത്തിന് അനുവദിക്കുന്നു. 4. പ്രാവീണ്യം. ഇടയ്ക്കിടെയുള്ള ഇടവേളകളോ മടിയോ ഇല്ലാതെ സുഗമമായും സ്വാഭാവികമായും സംസാരിക്കുന്നത് ആത്മവിശ്വാസവും വ്യക്തതയും വർദ്ധിപ്പിക്കുന്നു. 5. ശ്രവണ കഴിവുകൾ. അർത്ഥവത്തായ രണ്ടുവഴി ആശയവിനിമയത്തിന് മറ്റുള്ളവരുടെ സംസാരം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. 6. സാംസ്കാരിക സൂക്ഷ്മത. ഭാഷാഭേദങ്ങൾ, സംഭാഷണരീതികൾ, സാംസ്കാരിക മാനദണ്ഡങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരായിരിക്കുക എന്നത് ഇടപെടലുകളെ കൂടുതൽ ആധികാരികവും ആകർഷകവുമാക്കും. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് മെച്ചപ്പെടുത്തുന്നതിന് നിങ്ങൾക്ക് ഇവ ചെയ്യാം. ദിവസവും സംസാരിക്കുന്നത് പരിശീലിക്കുക, അത് നിങ്ങളുടേതാണെങ്കിൽ പോലും. ഒഴുക്കോടെ സംസാരിക്കുന്നവരുമായി സംഭാഷണങ്ങളിൽ ഏർപ്പെടുക. ഉച്ചാരണ ശൈലികളും പരിചയപ്പെടാൻ ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ, ഓഡിയോ ബുക്കുകൾ അല്ലെങ്കിൽ സിനിമകൾ കേൾക്കുക. മെച്ചപ്പെടുത്തേണ്ട മേഖലകൾ തിരിച്ചറിയാൻ നിങ്ങൾ സംസാരിക്കുന്നത് റെക്കോർഡ് ചെയ്യുക. നിങ്ങളുടെ പദാവലി വികസിപ്പിക്കുകയും വാക്യങ്ങളിൽ പുതിയ വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ പ്രവർത്തിക്കുകയും ചെയ്യുക. ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന്റെ ഒരു പ്രത്യേക വശം നിങ്ങൾ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉദാഹരണത്തിന്, പദാവലി നിർമ്മാണം, ഒഴുക്ക് മെച്ചപ്പെടുത്തൽ അല്ലെങ്കിൽ ഉച്ചാരണം. എന്നെ അറിയിക്കൂ, നമുക്ക് ചില ഉപദേശങ്ങൾ മെച്ചപ്പെടുത്താം.